ഹലോ ദർ, ഇന്നത്തെ വീഡിയോ കുട്ടികളുടെ മോർണിംഗ് റൂട്ടീനാണ്. ബെഡ്റൂമിൽ നിന്ന് എണീറ്റ് വന്നു കഴിഞ്ഞാലും കുഞ്ഞുമാവ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങും. ആ സമയം കൊണ്ട് തക്കുടുവിനെ പല്ല് തേപ്പിച്ചു കൊടുക്കും. തക്കുടുവിന് ഇപ്പോൾ കുറേ പല്ലൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവളും ബ്രഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബേബി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. വെള്ളം വായന ഇറക്കരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാറ്റക്കുട്ടിയാണെങ്കിൽ പിന്നെ തനിയെ പല്ല് തേച്ചോളും. ഇന്നിപ്പോൾ രണ്ടുപേരുടെയും ഹെയർ കെയർ ഡേ ആണ്. വീക്ക്ലി ട്വൈസ് ആണ് ഇവർക്ക് ഹെയർ കെയർ ചെയ്ത് കൊടുക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ കുഞ്ഞാറ്റ തനിയെ എണ്ണ തേച്ചോടും. ഹെയർ കെയർ ചെയ്യുന്ന ദിവസം ഞാനാണ് എണ്ണയൊക്കെ തേപ്പിച്ച് മസാജ് ചെയ്ത് കൊടുക്കാറ്. കുട്ടികളുടെ ഹെയർ ഓയിലിന്റെ കൂടെ റോസ്മേരിയും ചേർത്താണ് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കാറ്. എണ്ണയൊക്കെ തേച്ച് ഒരു 10-15 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കും. ഞാൻ കുട്ടിക്ക് ചെയ്യുന്ന പോലെ വളരെ ലൈറ്റ് ആയിട്ട് തക്കുടൂനും ഹെയർ ഓയിൽ മസാജ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഹെയർ ഓയിലൊക്കെ തലയിൽ പിടിക്കുന്ന സമയത്തേക്ക് ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ്. കുഞ്ഞാറ്റുകുട്ടി തനിയെ കഴിച്ചോളും. തക്കുടൂനാണെങ്കിലും ഇങ്ങനെ ചെറുതായി പിച്ചി പിച്ചി ഇട്ട് കൊടുത്താൽ അവളും അത് തനിയെ കഴിച്ചോളും. നെയ്യ് ഒഴിച്ച ദോശ അതുകൊണ്ട് കറിയൊന്നും ഇല്ലെങ്കിലും ഇവരത് കഴിച്ചോളും. തക്കുട് ഫുഡ് മതിയാക്കി. അപ്പൊ കുഞ്ഞാറ്റ അതെടുത്തിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അത് വാരി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കുളിക്കാൻ പോയി. ഷാമ്പൂ ഒക്കെ തേച്ച് നല്ലൊരു ഹെയർ വാഷ് ഒക്കെ ചെയ്തു. ദെൻ നമ്മൾ രാസ്നാദിപ്പൊടിയാണ് തലയിൽ ഇട്ടുകൊടുത്തത്. നീർദോഷത്തിനൊക്കെ നല്ലതാണല്ലോ, അപ്പൊ ഇത് കുട്ടികൾക്ക് ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ തക്കുടൂനും മുടിയൊക്കെ കെട്ടണം എന്ന് പറഞ്ഞു. കുഞ്ഞാറ്റയ്ക്ക് എന്ത് ചെയ്തു കൊടുക്കുന്നോ അതൊക്കെ തക്കുടൂനും ചെയ്യണം കേട്ടോ. അപ്പൊ മുടി കിട്ടിയതിന്റെ സന്തോഷത്തിൽ തക്കുട് ഡാൻസ് കളിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ എന്നെ നോക്കി കൊഞ്ഞനം കുത്തുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനതെല്ലാം എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തക്കുടു. അതിനുശേഷം ഞാൻ കുട്ടികൾക്ക് കുറച്ച് നട്ട്സും ഡേറ്റ്സും ഒക്കെ കൊടുത്തു. രണ്ടുപേർക്കും കൂടെ ഉള്ളത് ഞാൻ എപ്പോഴും ഒരു പാത്രത്തിൽ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. സിബ്ലിങ്സിന്റെ ഇടയിൽ ഈ ഷെയറിംഗ് എന്ന് പറയുന്ന സംഭവം ചെറിയ പ്രായത്തിൽ തന്നെ വളർത്തിയെടുക്കുന്നത് നല്ലതാണല്ലോ. തിന്നാനുള്ളതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും, പക്ഷെ സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ രണ്ടുപേർക്കും 2 എണ്ണം വാങ്ങും. ഹാപ്പി തക്കുടുടെ ഫോട്ടോ എവിടെ? എന്റെ പേരെന്താ തക്കുടു? ഇല്ലാല ഇത്തരി. ഫോട്ടോ പ്രിന്റ് ചെയ്തുള്ള ലഞ്ച് ബോക്സ് വേണമെന്ന് കുഞ്ഞാറ്റക്കുട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും എല്ലാം രണ്ടുപേർക്കും ഫോട്ടോയും നെയിമും ഒക്കെ പ്രിന്റ് ചെയ്തിട്ട് തന്നെ വാങ്ങിച്ചു. ക്രാഫ്റ്റിസ്റ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. പുതിയ ലഞ്ച് ബോക്സ് കണ്ടപ്പോൾ അപ്പം തന്നെ രണ്ടുപേർക്കും എന്തെങ്കിലുമൊക്കെ അതിൽ കഴിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നഗറ്റ്സ് ഫ്രൈ ചെയ്തെടുത്തു.